ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി കേട്ടു എന്നും നാം തിരുവചനത്തിൽ വായിക്കുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് അവൻ ചെവി കേൾക്കാൻ, കണ്ണു കാണാൻ, സംസാരിക്കും, പ്രവർത്തിക്കും, അല്ലേ? ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. മോശയ്ക്ക് വേണ്ടി ദൈവം ചില പദ്ധതികളും ചില മുഖാന്തരങ്ങളും ഒരുക്കി മോശയെ ഹോരേബിൽ കൊണ്ടെത്തിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളുടെ ഭാവി പരിപാടിക്ക് വേണ്ടി ഒരു കരുതലുണ്ടെന്നുള്ള കാര്യം മോശയെ ദൈവം അറിയിച്ചു. ഇസ്രായേൽ മക്കൾ ഇതറിയുന്നില്ല. മോശയും ദൈവവുമായിട്ട് ഹോരേബിൽ സംഭാഷിക്കുന്നുണ്ടെന്നും ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്നും ഞങ്ങൾക്ക് വേണ്ടി നല്ല കഥക്ക് മാത്രം ചെയ്യാൻ പോകുന്നു എന്നൊന്നും അറിഞ്ഞില്ല. അപ്പോഴും അവർ അവരുടേതായ ജീവിതത്തിൽ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലല്ലോ, എന്തിനാണ് ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത്? ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ എന്ന്, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവമല്ലേ ഞങ്ങളെ ഉദ്ധരിച്ച് അനുഗ്രഹിക്കുമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നു? പലതും പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും ദൈവം ചെവിക്കൊള്ളുന്നില്ല. ദൈവത്തിന് അതൊന്നും വിഷയമല്ല. ദൈവം പറയുന്നു, ഞാൻ അവരെ വിടിവിക്കാൻ പോവുകയാണ്. മോശയോട് പോലും ദൈവം പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. ചെങ്കടലിനടുത്ത് ചെല്ലുമ്പോൾ ഒരു വഴിയുണ്ടെന്നും, മാറയിൽ ചെല്ലുമ്പോൾ ഒരു വൃക്ഷമുണ്ടെന്നും, അതുപോലെ തന്നെ നല്ല മന്നായി, നല്ല കാടപ്പക്ഷിയും, പകൽ മേഘസ്തംഭവും, രാത്രി അഗ്നിത്തൂണും, പാറയിൽ നിന്നുള്ള ജലതടാകം ഉണ്ടെന്നൊന്നും കർത്താവ് മുന്നമേ പറഞ്ഞില്ല. അപ്പോൾ ഏറ്റവും നല്ലതൊന്ന് കരുതി വെച്ചിട്ടാണ് ഇസ്രായേൽ മക്കളെ ദൈവം പുറപ്പെടുവിക്കുന്നത്. ആ പുറപ്പാടിൽ അവരതെല്ലാം അനുഭവിപ്പാനിടയായി തീർന്നു. സന്തോഷത്തോടെ, ആനന്ദത്തോടെ. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. അവരിലൊരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവരുടെ വസ്ത്രം പഴകയില്ല, അല്ലേ? തുണിക്കടയൊന്നും ആ ദേശത്തില്ല, ചെരുപ്പ് കടയൊന്നുമില്ല, മരുഭൂമിയല്ലേ. പക്ഷേ എന്തില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. 12 വയസ്സുള്ള കുട്ടി 42 വയസ്സായപ്പോൾ ചെരുപ്പിന് മാറ്റം വരും. പക്ഷേ ചെരുപ്പ് നീളം വെച്ചു, അല്ലേ? വസ്ത്രം നീളം വെച്ചു, അല്ലേ? പഴകാത്ത വസ്ത്രം പോലെ, പുതിയ വസ്ത്രം പോലെ. അതാ കർത്താവിൻ്റെ പ്രവൃത്തി. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം സർവശക്തനാണ് കേട്ടോ. ആ ദൈവത്തിൽ ശരണപ്പെട്ട് സ്തോത്രം ചെയ്യുന്നെങ്കിൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി കൂടെ ഇരിക്കും. ഇന്ന് പകലിൽ ഈ കേട്ട ദൂത് നിങ്ങളുടെ ജീവിതത്തിന് വിടുതലിനും സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമാകട്ടെ. കർത്താവ് നിങ്ങളെ കരുതുന്ന ദൈവമാണെന്ന് കരുതി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.